ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ ഭീകരന്മാരും അവരെ പിന്തുണയ്ക്കുന്നവരും കൊല്ലപ്പെടുമ്പോൾ അത് ഇസ്ലാമിക വംശഹത്യയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഇടത് ഇസ്ലാമിക നിലപാടുകളുള്ള മാധ്യമങ്ങളിലൂടെ അത് ശക്തമായി പ്രചരിപ്പിച്ചും ഇസ്ലാമോഫോബിയ എന്ന എക്കോസിസ്റ്റം ഉയർത്തിയും നേട്ടമുണ്ടാക്കുകയും സമൂഹത്തിന്റെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയും ചെയ്യാൻ ചില ശക്തികൾ ശക്തമായി പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർ കൊല്ലപ്പെടുമ്പോൾ മാത്രം അതിൽ മാനവിക മൂല്യങ്ങളോ മനുഷ്യ അവകാശങ്ങളോ ഒന്നും കാണാതെ അവിടെ കൊല്ലപ്പെടുന്ന ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോലും മെനക്കെടാതെ മരണത്തിൽ പോലും കാട്ടുന്ന തരംതിരിവുകളുടെ കാട്ടുനീതി ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ പലയിടത്തും ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ സിറിയയിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ നിരപരാധികളായ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോഴും നൈജീരിയയിൽ ക്രൈസ്തവ വംശഹത്യകൾ തുടർക്കഥയാകുമ്പോഴും ആ കാര്യങ്ങൾ ശക്തമായി തന്നെ പിന്നെയും ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തലസ്ഥാനമായ ദമാസ്കസിന്റെ സമീപത്തുള്ള ദുലയിലെ മാർ ഏലിയാസ് ദേവാലയത്തിലായിരുന്നു ലോകത്തെ മുഴുവൻ അമ്പരപ്പിലും ദുഃഖത്തിലും ആഴ്ത്തിക്കളയുന്ന തരത്തിൽ ഞായറാഴ്ചയിലെ ദിവ്യബലിക്കിടയിലായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ചാവേർ ആക്രമണം നടത്തിക്കൊണ്ട് പ്രായമായവരെയും കൊച്ചു കുട്ടികളെയും അടക്കം 25ഓളം പേരെ നിർദാക്ഷിണ്യം കൊല്ലുകയും നിരവധി പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. പരിക്കേറ്റവരിൽ പലരുടെയും അവസ്ഥ ഗുരുതരമായതിനാൽ അവരിൽ പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സിറിയയിലെ ക്രൈസ്തവരെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം വീണ്ടും ക്രൈസ്തവ വംശഹത്യാ ശ്രമങ്ങൾ തുടരുകയാണ്. ദേവാലയത്തിൽ ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്രമണം നടത്തിയ വ്യക്തി ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയിലെ തലമൂത്ത ഭീകരന്മാരായ ISIS ബന്ധമുള്ള ആളാണെന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സിറിയൻ ആഭ്യന്തര മന്ത്രാലയം പുറത്ത് വിട്ടിരിക്കുന്നത്. ലെബനോൻ പോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്ന സിറിയയിലേക്ക് ആസൂത്രിതമായി പടർന്നു പിടിച്ച് ഇസ്ലാമിക ഭരണകൂടങ്ങൾ കാലാകാലങ്ങളിൽ അഴിച്ചുവിട്ട പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൂട്ടക്കുരുതിക്ക് വിധേയരായും പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തും തുലോം ന്യൂനപക്ഷമായി മാറുകയും ഇസ്ലാമിക സമൂഹം അവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായി മാറുകയുമായിരുന്നു. അത്രയ്ക്ക് മാരകമായ പീഡനങ്ങളിലൂടെയും വംശഹത്യകളിലൂടെയുമാണ് സിറിയയിലെ ക്രൈസ്തവർ കടന്നുപോയത്. ഇന്ന് അവരിൽ അവശേഷിക്കുന്നത് കേവലം 2ൽ താഴെ മാത്രം പോന്ന ക്രൈസ്തവരാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ക്രൈസ്തവ സംസ്കാരമാണ് സിറിയയിലേത്. പൗലോസ് ശ്ലീഹായുടെയും പത്രോസ് ശ്ലീഹായുടെയും പ്രേഷിത പ്രവർത്തനങ്ങളുടെ തട്ടകമായിരുന്ന സിറിയയിൽ നിന്ന് AD 325 സംഗമിച്ച ഒന്നാമത്തെ നിക്യ സുനഹോദോസിൽ 20 ബിഷപ്പുമാരായിരുന്നു പങ്കെടുത്തത്. അത്രയ്ക്ക് ക്രൈസ്തവീകമായിരുന്ന സിറിയയാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിയത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പാലസ്തീനിൽ മരിക്കുന്നവരുടെയും കഷ്ടം അനുഭവിക്കുന്നവരുടെയും ഒപ്പം തന്നെയാണ് എക്കാലത്തും ക്രൈസ്തവ സമൂഹവും സഭകളും നിന്നിട്ടുള്ളത്. എന്നാൽ സിറിയൻ പള്ളിയിൽ ദിവ്യബലിക്കിടയിൽ IS തീവ്രവാദി ചാവേറായി പൊട്ടിത്തെറിച്ച് തൽക്ഷണം 25 പേരെ കൊന്നൊടുക്കിയിട്ടും അത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു വാർത്തയായി മാറിയില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്.
ഗാസയിലും റാഫയിലും പീഡനമേൽക്കുന്ന ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതികളെ കുറിച്ച് വാചാലരാകുന്നവർ ഹമാസ് തടവിൽ കിടക്കുന്ന സ്ത്രീകളെ കുറിച്ചും കുട്ടികളെ കുറിച്ചും വൃദ്ധജനങ്ങളെ കുറിച്ചും ചിന്തിക്കുകയും ഗർഭിണികളെ കൊന്നു തള്ളുകയും കൊച്ചുകുട്ടികളെ കൂട്ടിലടച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഹമാസ് ക്രൂരതയെ കുറിച്ച് ഓർക്കുകയും ചെയ്തിട്ടില്ലെന്ന് ഏവർക്കും അറിയാം. എങ്കിലും സേവ് ഗാസ എന്നും ഓൾ ഐസ് ടു റാഫയും എന്നൊക്കെയുള്ള ക്യാമ്പയിനുകൾ നടത്തി ആളെ കൂട്ടാനും സിനിമാ താരങ്ങളെയൊക്കെ അതിന്റെ പിൻപിൽ സപ്പോർട്ടുമായി അണിനിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ക്രൈസ്തവർ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെടുമ്പോൾ ആസൂത്രിതമായി വാർത്തകൾ തമസ്കരിക്കുകയും ചർച്ചകളോ ക്യാമ്പയിനോ സംവാദങ്ങളോ ഇല്ലാതിരിക്കുകയും സെലിബ്രിറ്റികൾ ചത്തതുപോലെ കിടക്കുന്നതും കൊല്ലപ്പെടുന്നത് ക്രൈസ്തവരും കൊല്ലുന്നത് ഇസ്ലാമിസ്റ്റുകളുമാണെങ്കിൽ മരണത്തിൽ പോലും വിവേചനം തുടരാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ്. നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വംശഹത്യയിലും ഇവർ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളുടെയും നിലപാട് ഇതുതന്നെയാണ്. 2 ആഴ്ചയ്ക്ക് മുൻപായിരുന്നു നൈജീരിയയിലെ യെൽവാറ്റയിൽ ഉണ്ടായ ഫുലാനി തീവ്രവാദികളുടെ ഭീകര ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനേകം വ്യക്തികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. 200-ലേറെ ക്രൈസ്തവരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തെക്കൻ നൈജീരിയൻ പ്രവിശ്യകളിൽ ദിവസേന അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവയൊന്നും വാർത്തയായി മാറുകയോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനൊന്നും താല്പര്യം കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം തന്നെയാണ്.